എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്ന അരുൺ. എന്താ മച്ചമ്പി ഇത്? എന്നോടാണ് ചോദിക്കുന്നത്? അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? പിന്നല്ലാതെ. എത്ര നേരം അരുൺകുട്ട നീ എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചത്. ആണോ? അയ്യടാ പാവം. ശരി, അരുൺകുട്ടനായോണ്ട് ഞാൻ ക്ഷമിച്ചു. ബാ. എങ്ങോട്ടാ? വിക്രമാദിത്യനും വേതാളം കൂടെ. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഫോണിൽ സംസാരിക്കുമ്പോ അരുൺകുട്ടൻ ഇങ്ങനൊന്നും അല്ലല്ലോ. ബാലകൃഷ്ണൻ അങ്ങനെ ചെയ്യില്ല. എല്ലാ ആണുങ്ങളുടെ ഉള്ളിന്റെ ഒരു മൃഗമുണ്ട്. ഇപ്പൊ റൊമാൻസ് തോന്നുന്നില്ല. ഏട്ടന്റെ ഈ ശുഷ്കാന്തിയാണ് എനിക്ക് ഏട്ടനോടുള്ള ഇഷ്ടം. അന്നേരം എന്നോടൊരു കാര്യം ചോദിച്ചില്ലായിരുന്നോ? മനസ്സിലായില്ല. ഓർമ്മ വാ വാ അടുത്ത ഇനി അടുത്ത ഇത് എനിക്ക് നാണാവുക. അതിനെ ഒരു വഴിയുണ്ട്. എന്താ വഴി? നോക്ക്. തുറക്കട്ടെ. ആരും കാണൂല. സമൂഹത്തിന്റെ ഓരോ പോക്കെ. നീ അല്ലേ പറഞ്ഞത് എനിക്ക് ആലോചിക്കണം, വീട്ടുകാരും നാട്ടുകാരും ഒക്കെ പ്രശ്നാന്ന്? അത്രയ്ക്ക് കുഴപ്പാ എന്ന് പറയാൻ പറ്റില്ല. അരികത്തായാരോ കാണുന്നുണ്ടോ അതോ നിന്റെ മനസ്സാണോ? ഉന്നാര മോനെ, 10 വർഷം സംഗീതം പഠിച്ചവനാടാ ഞാൻ. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റണല്ലോ. ആരാരോ നിന്നെ പറയുന്നുണ്ടോ അനുരാഗവജസ്സോ പാൽസുരമോ? അന്ന് ഇറങ്ങാറായില്ലേ? കൊറേ നേരമായി. എന്റെ പ്രശ്നം എന്താ? ഇത് എന്റെ പെണ്ണ്. എന്റെ പെണ്ണ് എനിക്ക് അറിയത്തില്ല. നിന്റെ എന്റെ റിലേഷൻ ആരാ എനിക്ക് അറിയത്തില്ല. പോക്കോ. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഏയ് പോക്കോ ഓ. ഏയ് ചുമ്മാ സൈലന്റ് ചെയ്യില്ല. എന്താണ് പറയണ? അറബിക്കറിയാൻ തോന്നുന്നുണ്ട്. നീ ആരെയാ? എന്നെ അറിയോ? ഞാൻ ടച്ച് ചെയ്യില്ല. പോക്കോ ഇടിക്കും. പോക്കോ ഇടിക്കും. ഏയ് ഞാൻ പറഞ്ഞോ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. അറിയൊന്നും വിചാരിക്കില്ലേ മക്കളെ, നമ്മളോടൊന്നും തോന്നല്ലേ.